നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഡോക്ടർമാർ NHS വിടുന്നു. UK ഹെൽത്ത് കെയറിൽ വിസ അനിശ്ചിതത്വം ജീവനക്കാരുടെ കുറവിന് കാരണമാകുന്നു. UKയിലെ ആരോഗ്യമേഖലയിൽ വിദേശത്തു നിന്നുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഇത് ആശുപത്രികളിലും കെയർ മേഖലകളിലും ഗുരുതരമായ ജീവനക്കാരുടെ ക്ഷാമത്തിന് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ UKയിലേക്ക് പ്രവേശനം നേടിയ വിദേശ നഴ്സുമാരുടെ എണ്ണത്തിൽ 93% വർധനവുണ്ടായിട്ടുണ്ട്. 2022-ൽ 26,100 വിദേശ നഴ്സുമാർക്ക് പ്രവേശനം ലഭിച്ചപ്പോൾ 2025-ൽ ഇത് 1,777 ചുരുങ്ങി. ഇന്ത്യൻ ഡോക്ടർമാർ UK വിട്ട് മറ്റ് രാജ്യങ്ങളായ ഓസ്ട്രേലിയ, കാനഡ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് പോകാൻ കാരണം വിസയിലെ അനിശ്ചിതത്വം, ഉയർന്ന നികുതി, വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ്, കരിയറിലെ മുന്നേറ്റത്തിനുള്ള തടസ്സങ്ങൾ എന്നിവയാണ്. UKയിലെ ആരോഗ്യമേഖലയിൽ ജീവനക്കാരുടെ കുറവ് വരാനിരിക്കുന്ന ഒരു അപകടമായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. UKയുടെ ദേശീയ സുരക്ഷ അപകടത്തിലെന്ന് മുൻ നാറ്റോ മേധാവി. UKയിലെ ദേശീയ സുരക്ഷ അപകടത്തിലാണെന്നും പ്രതിരോധ കാര്യങ്ങളിൽ ഭരണകൂടം അലംഭാവം കാണിക്കുന്നുവെന്നും മുൻ നാറ്റോ സെക്രട്ടറി ജനറൽ ലോർഡ് ജോർജ് റോബർട്ട്സൺ മുന്നറിയിപ്പ് നൽകി. കൊറോസീവ് കംപ്ലൈസൻസി എന്നാണ് അദ്ദേഹം ഈ അലംഭാവത്തെ വിശേഷിപ്പിച്ചത്. ട്രഷറിയിലെ സൈനികേതര ഉദ്യോഗസ്ഥർ പ്രതിരോധ രംഗത്ത് നാശം വിതയ്ക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാരിൻ്റെ സ്ട്രാറ്റജിക് ഡിഫൻസ് റിവ്യൂ നടപ്പിലാക്കുന്നതിനായി വാഗ്ദാനം ചെയ്ത 10 വർഷത്തെ പ്രതിരോധ നിക്ഷേപ പദ്ധതി പലതവണ വൈകിയെന്നും റോബർട്ട്സൺ ചൂണ്ടിക്കാട്ടി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രതിരോധ രംഗത്ത് ഏറ്റവും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ടെന്നും 270 ബില്യൺ പൗണ്ടിലധികം നിക്ഷേപിച്ചിട്ടുണ്ടെന്നും സർക്കാർ വക്താവ് അറിയിച്ചു. എന്നാൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ ബജറ്റ് കൊണ്ട് മാത്രം ബ്രിട്ടനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് റോബർട്ട്സൺ പറഞ്ഞു. സാൽസ്ബറിയിലെ തന്റെ പ്രസംഗത്തിലാണ് UKയിലെ ദേശീയ സുരക്ഷ അപകടത്തിലാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. രാഷ്ട്രീയ നേതൃത്വത്തിലെ കൊറോസീവ് കംപ്ലൈസൻസി കാരണം അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെടുന്നുണ്ടെന്നും പ്രതിരോധത്തെക്കുറിച്ചുള്ള ഒരു ദേശീയ സംഭാഷണം പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പ്രതിരോധ നിക്ഷേപ പദ്ധതി അദ്ദേഹത്തിന്റെ മേശപ്പുറത്തുണ്ടെന്നും അന്തിമഘട്ടത്തിലാണെന്നും പറഞ്ഞിരുന്നു. അടുത്ത പാർലമെന്റ് അവസാനിക്കുന്നതോടെ GDPയുടെ 3% പ്രതിരോധത്തിനായി ചിലവഴിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെയും ഡൊണാൾഡ് ട്രംപിന്റെ US പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവിനെയും തുടർന്ന് നാറ്റോ രാജ്യങ്ങളിലെ മറ്റു രാജ്യങ്ങളെപ്പോലെ UKയും പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ബ്രിട്ടീഷ് സൈനിക മേധാവി സർ റിച്ചാർഡ് നൈറ്റൻ നിലവിലെ സാഹചര്യത്തെ കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും അപകടകരമായ സമയം എന്ന് വിശേഷിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ UK പ്രതിരോധ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. NHS വംശീയ ന്യൂനപക്ഷ ക്യാൻസർ രോഗികൾക്ക് ജനിതക പരിശോധന മെച്ചപ്പെടുത്തുന്നു. ബ്രിട്ടീഷ് NHS വംശീയ ന്യൂനപക്ഷ ക്യാൻസർ രോഗികൾക്ക് ജനിതക പരിശോധന മെച്ചപ്പെടുത്തി. മുൻപ് കീമോതെറാപ്പിക്ക് മുമ്പ് നടത്തിയിരുന്ന പരിശോധനകളിൽ ചില വംശീയ വിഭാഗക്കാരെ ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ജനിതക വ്യതിയാനം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരുന്നു. ഇത് കറുത്ത വംശജരും മറ്റ് ന്യൂനപക്ഷ വിഭാഗക്കാരും ഉൾപ്പെടെയുള്ള രോഗികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പുതിയ പരിശോധനാ രീതിയിൽ വെള്ളക്കാരുടെ DNAയിൽ സാധാരണയായി കാണപ്പെടുന്ന 4 തരം DPYD ജീൻ വ്യതിയാനങ്ങൾക്ക് പുറമെ കറുത്ത വർഗ്ഗക്കാരിലും ന്യൂനപക്ഷ വിഭാഗക്കാരിലും കൂടുതലായി കാണപ്പെടുന്ന 5ാമത്തെ DPYD ജീൻ വ്യതിയാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി കീമോതെറാപ്പി മരുന്നുകളുടെ അളവ് കൃത്യമായി ക്രമീകരിക്കാനും ജീവന് അപകടമുണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും സാധിക്കും. UKയിലെ ആരോഗ്യമേഖലയിലെ വംശീയ അസമത്വം പരിഹരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ലോകകപ്പ് ആവേശത്തിന് പുതിയ ഇളവുകളുമായി UK സർക്കാർ. പബ്ബുകൾക്ക് പുലർച്ചെ വരെ പ്രവർത്തിക്കാൻ അനുമതി. വരാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ആരാധകർക്ക് മത്സരങ്ങൾ ആഘോഷിക്കാനായി UK സർക്കാർ പബ്ബുകൾക്ക് കൂടുതൽ സമയം പ്രവർത്തനാനുമതി നൽകി. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ടീമുകളുടെ മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ ലൈസൻസിംഗ് നിയമങ്ങളിൽ മാറ്റം വരുത്തി പുലർച്ചെ 1 മണി വരെയും ചിലപ്പോൾ 2 മണി വരെയും പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ടൂർണമെന്റ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി നടക്കുന്നതിനാലും സമയവ്യത്യാസം ഉള്ളതിനാലും ആരാധകർക്ക് അവരുടെ ഇഷ്ട ടീമുകളുടെ മത്സരങ്ങൾ കാണുന്നതിനും ആഘോഷിക്കുന്നതിനും ഇത് വലിയ സഹായകമാകും. നോക്കൌട്ട് ഘട്ടത്തിലെ മത്സരങ്ങൾ നടക്കുമ്പോൾ ഈ ഇളവുകൾ കൂടുതൽ പ്രയോജനകരമാകും. പുതിയ നിയമങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്കും കായിക പ്രേമികൾക്കും വലിയ ഉണർവ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷു ആഘോഷങ്ങൾക്കൊരുങ്ങി ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രവും കെന്റ് ഹിന്ദു സമാജവും.
ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രവും കെന്റ് ഹിന്ദു സമാജവും സംയുക്തമായി 2026 ഏപ്രിൽ 15-ന് വിഷു ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. അന്നേ ദിവസം രാവിലെ 9 മണിക്ക് നട തുറക്കും. തുടർന്ന് 9:15-ന് നിർമ്മാല്യ ദർശനം, 9:30-ന് ഉഷപൂജ, 10 മണിക്ക് വിഷുക്കണിയും വിഷുക്കൈനീട്ടവും, 11 മണിക്ക് വിഷു പ്രത്യേക പൂജ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചപൂജയും 12:30-ന് നട അടയ്ക്കലും ഉണ്ടായിരിക്കും. വൈകുന്നേരം 4 മണിക്ക് നട വീണ്ടും തുറക്കും. 5 മണിക്ക് മഹാസുദർശന പൂജ, 5:30-ന് വൃന്ദാവൻ ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജന, 6:30-ന് ദീപാരാധന, 7 മണിക്ക് പ്രദോഷ് പൂജ, 7:30-ന് ശ്രീമതി ചിത്രലക്ഷ്മി നയിക്കുന്ന ദക്ഷിണ UK അവതരിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറും. രാത്രി 8 മണിക്ക് അത്താഴപൂജയും 8:30-ന് വിഷുസദ്യയും ഉണ്ടായിരിക്കും. ശ്രീ അഭിജിത്ത് താഴൂർ മന ഹരിനാരായണൻ നമ്പീടീശ്വർ എന്നിവർ പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കും. വെള്ളിയോട്ടില്ലം ശ്രീ അദ്രിത് വാസുദേവ് സഹകാർമ്മികത്വം വഹിക്കും. വിഷു സദ്യയ്ക്കായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇംഗ്ലണ്ടിലെ സ്കൂൾ ഭക്ഷണക്രമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പദ്ധതി. ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ നിലവിലുള്ള ഭക്ഷണക്രമത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാർ പദ്ധതിയിടുന്നു. പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് ഡീപ് ഫ്രൈഡ് ഭക്ഷണങ്ങൾ നിരോധിക്കുകയും പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള വിഭവങ്ങൾ കർശനമായി നിയന്ത്രിക്കുകയും ചെയ്യും. ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും മധുരപലഹാരങ്ങൾക്ക് പകരം പഴങ്ങൾ കുട്ടികൾക്ക് നൽകും. സോസേജ്, പിസ്സ തുടങ്ങിയ ഭക്ഷണങ്ങൾ ദിവസേന നൽകുന്നത് നിർത്തലാക്കും. കുട്ടികളുടെ ആരോഗ്യവും പോഷക നിലവാരവും മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ മാറ്റങ്ങളുടെ പ്രധാന ലക്ഷ്യമായി വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഈ മാറ്റങ്ങളനുസരിച്ച് ഡെസേർട്ടുകൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അനുവദിക്കൂ. കൂടാതെ ഭക്ഷണക്രമത്തിൽ കൂടുതൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തും. പ്രൈമറി സ്കൂൾ കുട്ടികളിൽ 3-ൽ-1 അമിതഭാരമുള്ളവരാണെന്നും പഞ്ചസാരയേറിയ ഭക്ഷണങ്ങൾ കാരണം കുട്ടികളിൽ പല്ല് നശിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും സർക്കാർ ചൂണ്ടിക്കാട്ടി. സ്കൂളുകൾ അവരുടെ മെനുകൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 2027 സെപ്റ്റംബർ മുതൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. ഈ പദ്ധതികൾക്ക് പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും ചില ആശങ്കകളും ഉയരുന്നുണ്ട്. സ്കൂൾ ഭക്ഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നത് സ്വാഗതം ചെയ്യപ്പെടുമ്പോഴും അധിക ചെലവുകൾ നിറവേറ്റാൻ കൂടുതൽ ധനസഹായം ആവശ്യമാണെന്ന് വിദ്യാഭ്യാസ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലെ ധനസഹായം മതിയാകാത്തതിനാൽ സ്കൂളുകൾക്ക് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കേണ്ടി വരുന്നതായും വിമർശനമുണ്ട്. സർക്കാർ അമിതമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന ആരോപണവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ഈ മാറ്റങ്ങൾ ഏറെ വൈകിയാണെങ്കിലും സ്വാഗതാർഹമാണെന്ന അഭിപ്രായവും ശക്തമായി നിലനിൽക്കുന്നു. മോട്ടബിലിറ്റി ഡ്രൈവർമാർക്ക് പുതിയ നിയമങ്ങൾ. ബ്ലാക്ക് ബോക്സ് നിർബന്ധം. 10 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണം. മോട്ടബിലിറ്റി പദ്ധതി വഴി വാഹനമെടുക്കുന്ന ഡ്രൈവർമാർക്ക് ഇന്നലെ മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. ആദ്യമായി മോട്ടബിലിറ്റി വഴി കാറോ വീൽചെയറോ ലഭ്യമാകുന്ന വാഹനമോ എടുക്കുന്നവരും ലീസിലുള്ള വാഹനങ്ങളിൽ 30 വയസ്സിൽ താഴെയുള്ള ഡ്രൈവർമാർ ഉള്ളവരും ടെലിമാറ്റിക്സ് ഉപകരണങ്ങൾ ഘടിപ്പിക്കണം. ഈ ഉപകരണങ്ങൾ ഡ്രൈവിംഗ് രീതികൾ, വേഗത, ബ്രേക്കിംഗ് പാറ്റേണുകൾ എന്നിവ നിരീക്ഷിക്കുകയും പ്രതിവാര റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യും. സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നവർക്ക് പ്രതിവർഷം £160 വരെ റിവാർഡായി ലഭിക്കും. എന്നാൽ 12 മാസത്തിനിടെ 4 തവണ റെഡ് സ്റ്റാറ്റസ് ലഭിക്കുന്ന ഡ്രൈവർമാരെ മോട്ടബിലിറ്റി സ്കീമിൽ നിന്ന് ഒഴിവാക്കിയേക്കാം. നോർത്തേൺ അയർലൻഡിൽ നടന്ന പരീക്ഷണ കാലയളവിൽ 300 വാഹനങ്ങൾ ഈ പദ്ധതി കാരണം പിൻവലിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പുതിയ നിയമങ്ങളനുസരിച്ച് ഡ്രൈവർമാർക്ക് അവരുടെ ഡ്രൈവിംഗ് ശൈലി മെച്ചപ്പെടുത്താൻ സഹായകമായ നിർദ്ദേശങ്ങൾ നൽകും. കൂടാതെ മൊബൈൽ ഫോൺ ഉപയോഗം, യാത്രയുടെ ദൈർഘ്യം, ഡ്രൈവിംഗ് സമയം എന്നിവയും നിരീക്ഷിക്കപ്പെടും. ഈ മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഉപകരണം വിൻഷീൽഡിൻ്റെ കോണിൽ ഘടിപ്പിക്കും. ഉപകരണം ലഭിച്ചാൽ 10 ദിവസത്തിനകം ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. മോട്ടബിലിറ്റി സ്കീം പല വികലാംഗർക്കും താങ്ങും തണലുമാണ്. പുതിയ നിയമങ്ങൾ നിലവിലുള്ള ടാക്സ്, ഇൻഷുറൻസ് നിരക്കുകളിലെ വർധനവുകൾക്ക് മുന്നോടിയായാണ് നടപ്പിലാക്കുന്നത്. ഈ മാറ്റങ്ങൾ ഡ്രൈവിംഗ് സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും നിരക്കുകൾ നിയന്ത്രിക്കുമെന്നും മോട്ടബിലിറ്റി അധികൃതർ പറയുന്നു. എന്നാൽ ഇത് വികലാംഗരുടെ സ്വാതന്ത്ര്യത്തെയും ജോലി ചെയ്യാനുള്ള കഴിവിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് വിമർശകർ വാദിക്കുന്നു. ലിവർപൂളിലെ സ്കൂളിൽ ക്ലാസ് സമയത്ത് ടോയ്ലറ്റ് ഉപയോഗത്തിന് വിലക്ക്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കും തടവ് ശിക്ഷ. ലിവർപൂളിലെ ഗേറ്റ് അക്കർ സ്കൂളിൽ ക്ലാസ് സമയത്ത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ രക്ഷകർത്താക്കൾക്കിടയിൽ വ്യാപക പ്രതിഷേധം. പുതിയ നയമനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപും ഇടവേള സമയത്തും ഉച്ചഭക്ഷണ സമയത്തും സ്കൂൾ വിട്ട ശേഷവും മാത്രമേ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അനുവാദം ലഭിക്കൂ. ക്ലാസ് സമയത്ത് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് തടവ് ശിക്ഷ ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ
പാഠങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും പഠനത്തിന് തടസ്സമുണ്ടാകാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് ഈ നടപടിയെന്ന് സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു. എന്നാൽ ചില പ്രത്യേക മെഡിക്കൽ സാഹചര്യങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൽ ഇളവുകളുണ്ട്. ക്ലാസ് സമയത്ത് ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് നഷ്ടപ്പെട്ട പഠന സമയം പിന്നീട് കണ്ടെത്തേണ്ടി വരുമെന്നും ഇത് അവരുടെ അക്കാദമിക് പുരോഗതിക്ക് സഹായിക്കുമെന്നും സ്കൂൾ അറിയിച്ചു. ഈ നയം കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം നൽകുമെന്നും പ്രത്യേകിച്ച് ആർത്തവ സമയത്തുള്ള പെൺകുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും രക്ഷിതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ജോലിസ്ഥലങ്ങളിൽ പോലും ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇത് അമിതമായ നടപടിയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതർ രക്ഷകർത്താക്കളുമായി സഹകരിക്കണമെന്നും കുട്ടികളുടെ ആരോഗ്യപരമായ ആവശ്യങ്ങളെ മാനിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. കൂടാതെ വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗത്തിനും ക്ലാസ് സമയത്ത് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാള UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.